ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. ഹാളിലെ കോളിംഗ് ബെല്ല് മുഴങ്ങിയ ശബ്ദം കേട്ട് അടുക്കളയിൽ ഉച്ചഭക്ഷണം ഒരുക്കുകയായിരുന്ന ദയ ചോദ്യഭാവത്തിൽ ശാന്തിയക്കയെ നോക്കി. അവരുടെ നെറ്റിയും സംശയപൂർവ്വം ചുളിഞ്ഞിരുന്നു. ഇന്ത് ടൈമിൽ ആറ്? സ്വയം ചോദിച്ച് പുറത്തേക്ക് പോകാനൊരുങ്ങിയവരെ ദയ തടഞ്ഞു. ഞാൻ നോക്കിയിട്ട് വരാമേ പറഞ്ഞുകൊണ്ടവൾ അടുക്കളയിൽ നിന്നും ധൃതിയിൽ ഹാളിലേക്ക് നടന്നു. വീണ്ടും ഒരിക്കൽ കൂടി ബെല്ല് മുഴങ്ങിയപ്പോൾ ദയയുടെ കാലുകൾക്ക് വേഗതയേറി. ഓടിച്ചെന്ന് വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന അപരിചിതയായ പെൺകുട്ടിയെ കണ്ടവളുടെ മുഖം ചുളിഞ്ഞു. അവൾക്ക് പിന്നിലായി ഒരു മധ്യവയസ്കനുമുണ്ട്. ദയ ഇരുവരെയും മാറി മാറി നോക്കി. നീ ഏതാ? മുന്നിൽ നിൽക്കുന്ന വ്യക്തി തൻ്റെ കണ്ണുകളിൽ വെച്ച വിലയേറിയ ഗ്ലാസ് എടുത്ത് മാറ്റി ചോദിച്ചു. അതിന് വ്യക്തമായൊരുത്തരം തൻ്റെ പക്കലില്ലെന്ന് തോന്നി ദയയ്ക്ക്. താൻ ഈ വീട്ടിൽ ആരാണ്? പറയാനൊരു മേൽവിലാസമോ ബന്ധങ്ങളോ ഇല്ലാത്ത കുറച്ചുപേരുടെ കരുണയാൽ ഇവിടെ കഴിഞ്ഞുകൂടുന്ന അഭയാർത്ഥിയായ ഒരു പെൺകുട്ടി. പറയാനൊരു സ്ഥാനം പോലുമില്ല. ഇതിന് കണ്ണും കാതും സംസാരശേഷിയൊന്നുമില്ലേ? മറുപടി ലഭിക്കാതെ അയാൾ അസ്വസ്ഥനായി മുറുമുറുത്തപ്പോൾ ദയ ഞെട്ടലോടെ അവരിരുവയെയും നോക്കി. എന്താ അപ്പാ, ഇവിടുത്തെ പുതിയ സെർവൻ്റ് ആയിരിക്കും, മലയാളം അറിവുണ്ടാവില്ല. അയാൾക്കരികിൽ നിൽക്കുന്ന പെൺകുട്ടി വളരെ ശാന്തമായി താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു. പക്ഷേ ദയ അത് വളരെ വ്യക്തമായി കേട്ടു. എനിക്ക് മലയാളം അറിയാം. ഓ, എന്നിട്ടാണോ പൊട്ടിയ പോലെ മിഴിച്ചു നിൽക്കുന്നത്? അങ്ങോട്ട് മാറി നിൽക്ക് പെണ്ണേ, ഞങ്ങൾ അകത്തേക്ക് കയറട്ടെ. അയാൾ രോഷാകുലനായി. ദയ വിറച്ചുകൊണ്ട് വാതിലിനൊരു വശത്തേക്ക് നീങ്ങി നിന്നു. ഈ അപ്പയെ കൊണ്ട്. പുരികം ചുളിച്ച് തൻ്റെ അച്ഛനെ ഒന്ന് നോക്കി ആ പെൺകുട്ടി അകത്തേക്ക് പ്രവേശിച്ചു. പുറകെ അയാളും. ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്ന് ശാന്തിയക്ക ഹാളിലേക്കെത്തി. ആഹാ, നീങ്കലാ? അവർ നിറഞ്ഞ ചിരിയോടെ ഇരുവരെയും നോക്കി ചോദിച്ചു. ആ പെൺകുട്ടി തിരികെ നേർമയായി പുഞ്ചിരിച്ചെങ്കിലും അയാൾ അവരെ കണ്ട ഭാവം നടിച്ചില്ല. റാം മേലെ ഇരിക്കുമാ, കണ്ണാ പോയി റാം പാപ്പാവെ കൂട്ടിട്ട് വാ. ദയയെ നോക്കി ശാന്തിയക്ക പറഞ്ഞു. അവൾ സമ്മതപൂർവ്വം തലയാട്ടി മുകളിലേക്ക് പോകാൻ ഒരുങ്ങിയെങ്കിലും ആ പെൺകുട്ടി ദയയെ വിലക്കി. വേണ്ട, ഞാൻ പോയി കണ്ടോളാം. സൗമ്യമായി പറഞ്ഞവൾ കോണിപ്പടിയിലേക്ക് കാല് വെച്ചതും മുകളിൽ നിന്നും ശ്രീറാമിൻ്റെ ശബ്ദമുയർന്നു. ദുർഗ! ആ വിളി കേൾക്കാൻ കാത്തെന്നപ്പോൾ ദയയുടെ കണ്ണുകൾ മിന്നി. അവൾ ആരെയും ശ്രദ്ധിക്കാതെ ആ പെൺകുട്ടിയെയും കടന്ന് മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറി. ദയയ്ക്ക് പിന്നാലെയായി ആ പെൺകുട്ടിയും. എത്ര പറഞ്ഞാലും ശ്രദ്ധയില്ല. പിറുപിറുത്തുകൊണ്ട് ശ്രീറാം മുറിയിലൂടെ തലങ്ങും വിലങ്ങും നടന്നു. എന്താ വിളിച്ച്? വാതിൽക്കൽ നിന്ന് ദയ ആരാഞ്ഞപ്പോൾ ശ്രീറാം അവളെ തുറച്ചൊന്ന് നോക്കി. എൻ്റെ മുറിയിലേക്കുള്ള ലക്ഷ്മണരേഖനെ താണ്ടണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് ആനയിക്കേണ്ടി വരുമല്ലേ? ശ്രീറാം നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നി ദയയ്ക്ക്. അവനെ വീണ്ടും മുഷിമിപ്പിക്കേണ്ടെന്ന് കരുതി അവൾ ധൃതിയിൽ മുറിക്കകത്തേക്ക് കയറി അവന് മുന്നിൽ ചെന്ന് നിന്നു. ഇത് ഞാൻ രാവിലെ എടുത്തു തന്ന ടാബ്ലറ്റ് അല്ലായിരുന്നോ? ചുരുട്ടി പിടിച്ച കൈവെള്ള ദയയ്ക്ക് നേരെ നിവർത്തി ശ്രീറാം ചോദിച്ചപ്പോൾ അവൾ പരുങ്ങലോടെ തൻ്റെ കീഴ്ചുണ്ട് കടിച്ചു പിടിച്ച് മുഖം കുനിച്ചു. മുഖത്തേക്ക് നോക്ക് ദുർഗ. അവൻ്റെ സ്വരം കനത്തു. ദയ കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ നോക്കി. അതിന് ഭയങ്കര കയ്പാ, മാത്രമല്ല കുടിച്ചാൽ എനിക്ക് ഉറക്കവും വരും. ഉറക്കം വന്നാൽ ഉറങ്ങണം. ഇവിടെ ആരെങ്കിലും തന്നോട് ഉറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? റാം. വാതിൽക്കൽ നിന്ന് തീർത്തും പരിചിതമായ ശബ്ദം കേട്ട് ശ്രീറാം ഞൊടിയിടയിൽ തൻ്റെ മിഴികൾ പുറത്തേക്ക് പായിച്ചു. അഞ്ജലി. മന്ത്രണം പോലെ ആ നാമം ഒരുമിട്ടവൻ വിടർന്ന മിഴികളോടെ ആ പെൺകുട്ടിയെ നോക്കി. ദയയുടെ നോട്ടവും ശ്രീറാമിന് പിന്നാലെ പാഞ്ഞു. അഞ്ജലി ഓടി വന്ന് ശ്രീറാമിനെ ഇറുകെ പുണർന്നു. പുഞ്ചിരിയോടെ തിരികെ അവനും. ഹൗ വാസ് യുവർ ട്രിപ്പ്? റിയലി ഐ മിസ്ഡ് യുവർ പ്രസൻസ് റാം. അവൾ ചിണുങ്ങിക്കൊണ്ട് അലിവോടെ സ്നേഹത്തോടെ പറഞ്ഞു. തൻ്റെ ചോദ്യത്തിനുള്ള അഞ്ജലിയുടെ മറുപടി കേൾക്കെ ശ്രീറാം ഒന്ന് മന്ദഹസിച്ചു. എല്ലാ പ്രോഗ്രാമിൻ്റെയും വീഡിയോസ് ഞാൻ കണ്ടിരുന്നു, നന്നായിരുന്നു. ശ്രീറാം പുഞ്ചിരിയോടെ പുരുകം പൊക്കി പ്രശംസിച്ചപ്പോൾ അഞ്ജലി അവൻ്റെ ചിരിയിൽ മതിമറന്നുപോയി. ദയ അവരിരുവരെയും നോക്കി അവിടെ തന്നെ നിന്നു. അവരുടെ സംസാരം തുടർന്നു പോയപ്പോൾ ഒന്നും മിണ്ടാതെ തിരികെ നടന്നു. വാതിൽക്കലെത്തി അവൾ വീണ്ടും ശ്രീറാമിനെ പിന്തിരിഞ്ഞു നോക്കിയെങ്കിലും അവസാനമില്ലാത്ത വിശേഷം പറച്ചിലുകൾക്കിടയിൽ അവനവളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ദയയ്ക്ക് നെഞ്ചിൽ വല്ലാത്ത ഭാരം തോന്നി. കണ്ണുകൾ നിറഞ്ഞു. മുറിയിലേക്ക് നടക്കാൻ ഒരുങ്ങിയെങ്കിലും അത് വേണ്ടെന്ന് വെച്ച് ടെറസിലേക്കുള്ള പടികൾ കയറി പടർന്നു കിടക്കുന്ന മുല്ലച്ചെടികൾക്കരികിൽ ചെന്നിരുന്നു. ഒട്ടും വെയിലില്ലാതെ മാനം ഇരുണ്ടു കിടക്കുന്നുണ്ട്. ഒപ്പം തണുത്ത കാറ്റും വീശുന്നു. മഴ പെയ്യാനായിരിക്കും. ഒരു പെരുമഴ മൊത്തമായി നനയാൻ അവൾക്ക് കൊതി തോന്നി. നിമിഷങ്ങൾക്കകം ഒരു തുള്ളി അവളുടെ വലത് കവിളിലേക്ക് ഇറ്റ് വീണു. ദയ മുഖമുയർത്തി ആകാശത്തേക്ക് നോക്കിയതും ഇരുണ്ട മേഘക്കെട്ടുകൾക്കിടയിൽ നിന്നും വലിയ ശബ്ദത്തോടെ മഴത്തുള്ളികൾ വരണ്ടുണങ്ങിയ മണ്ണിലേക്ക് പതിച്ചു. ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും അനങ്ങാതെ
വർഷകാലത്തിന് ആരംഭം കുറിച്ച് നിറഞ്ഞു പെയ്യുന്ന മഴയിൽ ദയ ഉടലോടെ നനഞ്ഞു കുതിർന്നു. ഇടയ്ക്കെപ്പോഴോ ആ പെണ്ണിൻ്റെ അവസാനമില്ലാത്ത ദുഃഖങ്ങളും മിഴിനീരും തേങ്ങലുകളും ആ മഴയിലേക്ക് അലിഞ്ഞു ചേർന്നിരുന്നു. നിമിഷങ്ങൾ കടന്നു പോകവേ മഴയുടെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വന്നു. എന്നാൽ ദയയുടെ കണ്ണുകൾ അപ്പോഴും വറ്റിയിരുന്നില്ല. അഞ്ജലിക്കൊപ്പം പടികളിറങ്ങവേ ഹാളിലെ സോഫയിലിരുന്ന് പത്രം വായിക്കുന്ന വ്യക്തിയെ കണ്ട് ശ്രീറാമിൻ്റെ അധരങ്ങൾ വിരിഞ്ഞു. അവൻ അയാളെ നോക്കി കൈപ്പത്തി വീശി കാണിച്ചു. ഹായ് ശിവരാജ് അങ്കിൾ. ശ്രീറാമിൻ്റെ ശബ്ദം കേട്ടയാൾ നോക്കിക്കൊണ്ടിരുന്ന പത്രത്തിൽ നിന്നും കണ്ണുകൾ ഉയർത്തി. യെസ് റാം, ഹൗ ആർ യു? പത്രം മാറ്റിവെച്ച് അയാൾ പുഞ്ചിരിയോടെ കുശലാന്വേഷണം നടത്തി. ഡൂയിങ് ഗുഡ് പറഞ്ഞുകൊണ്ട് അവൻ അയാൾക്കെതിരെയുള്ള സോഫയിലിരുന്നു. അവനരികിൽ അഞ്ജലിയും. എന്താ റാം, താനെന്താ ഇൻ്റർവ്യൂവിന് താല്പര്യമില്ലെന്ന് ശ്രീകാന്തിനോട് പറഞ്ഞത്? അയാളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ശ്രീറാം സോഫ സെറ്റിയിലേക്ക് ഒന്നുകൂടെ ചാരിയിരുന്നു. ലിസൺ റാം, ഇത്തരം പബ്ലിസിറ്റിയും സ്ക്രീൻ പേസും ഒക്കെ ഉണ്ടാക്കിയാലേ തനിക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. താൻ ഇൻട്രസ്റ്റഡ് അല്ല എന്ന് പറഞ്ഞത് കൊണ്ടതാ ഇവളും മടിച്ചു. ശ്രീറാം, ദിസ് ഇസ് നോട്ട് എ ബിഗ് ഡീൽ. അങ്ങേയറ്റം പോയാൽ 1 മണിക്കൂർ സമയം. അതിൽ തന്നെ നിങ്ങൾ ഇരുവരും പാടിയ സോങ്സിനെ കുറിച്ചും അപ്കമിങ് പ്രൊജക്ട്സിനെ കുറിച്ചും പിന്നെ പേഴ്സണൽ സ്പേസിലേക്ക് കൈകടത്തും. ഭാവഭേദം ഒന്നും കൂടാതെ ശ്രീറാം പറഞ്ഞത് കേൾക്കെ അയാൾ ഒരു നിമിഷം നിശബ്ദനായി. ഞാൻ എൻ്റെ കരിയർ തിരഞ്ഞെടുത്തിട്ട് 5 വർഷമായി അങ്കിൾ പറഞ്ഞതുപോലെ എനിക്ക് മാത്രമായ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ ആദ്യത്തെ 2 വർഷം ഞാൻ അല്പം സ്ട്രഗിൾ ചെയ്തു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇനിയൊരു 10 വർഷത്തേക്കും ശ്രീറാം സായന്ത് എന്ന ഐഡൻറ്റിറ്റി ഇപ്പോൾ ഉള്ളതുപോലെ ഈ ഫീൽഡിൽ നിലനിൽക്കുമെന്ന്. അതിനൊരു സ്ക്രീൻ സ്പേസിൻ്റെയോ ആവശ്യമില്ല. ബിക്കോസ് എൻ്റെ കഴിവിൽ ഞാൻ തീർത്തും കോൺഫിഡൻ്റ് ആണ്. പിന്നെ ഇൻ്റർവ്യൂ അതെനിക്ക് വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ കൊടുക്കും. അതുവരെ ശ്രീറാം സായന്തിനെക്കുറിച്ചുള്ള റൂമേഴ്സ് ഇങ്ങനെ പരന്ന് നടക്കട്ടെ. ഐ ഡോണ്ട് കെയർ. ശ്രീറാമിൻ്റെ തുറന്നു പറച്ചിലിൽ ശിവരാജിന് ഒട്ടും ദഹിച്ചില്ല. അയാൾ ദേഷ്യം കടിച്ചമർത്തി പരമാവധി സൗമ്യതയോടെ പറഞ്ഞു. അതിൽ എൻ്റെ മകളെ ഇരയാവുന്നുണ്ടെന്ന് താൻ ആലോചിക്കണം. അപ്പാ, അഞ്ജലി ശബ്ദമുയർത്തി. ശ്രീറാം എന്തോ പറയാനൊരുങ്ങിയതും അഞ്ജലി ശ്രീറാമിൻ്റെ ഇടത് കരത്തിനു മീതെ അവളുടെ ഉള്ളം കൈ ചേർത്ത് വെച്ച് അവനെ നോക്കി ഇളം ചിരിയോടെ കണ്ണുകൾ ചിമ്മി. കാര്യാക്കണ്ട റാം, തനിക്കിഷ്ടമല്ലെങ്കിൽ വേണ്ട, വിട്ടേക്ക്. അഞ്ജലി അവനെ സമാധാനിപ്പിച്ചു. അത് കാണെ ശിവരാജ് ചുണ്ടുകൾ പുച്ഛത്തോടെ വളച്ചൊടിച്ച് തൻ്റെ മകളെ കൂർപ്പിച്ചു നോക്കി. പെട്ടെന്ന് അവൻ കൈ പിൻവലിച്ച് സോഫയിൽ നിന്നും എഴുന്നേറ്റ് ചുറ്റും നോക്കി. ശാന്തിയക്ക, ദുർഗ എവിടെ? അവൻ്റെ ഉച്ചത്തിലുള്ള ചോദ്യം കേട്ട് ശാന്തിയക്ക അടുക്കളയിൽ നിന്നും ഹാളിലേക്കെത്തി അവനെ നോക്കി അറിയില്ലെന്ന രീതിയിൽ കൈമലർത്തി. അവൻ മുകളിലേക്ക് നടക്കാൻ ഒരുങ്ങിയപ്പോൾ അവരവനെ തടഞ്ഞു. നീ അങ്ങേ ഉക്കാറുങ്കോ, നാ പോയി കൂപ്പിട്ട് വരെ. അവർ മുകളിലേക്ക് പോയപ്പോൾ ശ്രീറാം വീണ്ടും സോഫയിലേക്കിരുന്നു. ഏതാ പെണ്ണ്? വീട്ടുജോലിക്ക് ആളെ നിർത്തുമ്പോൾ കുറച്ച് വകതിരിവുള്ളതിനെയൊക്കെ നിർത്തിക്കൂടെ റാം? അയാൾ അലസമായി ചോദിച്ചത് കേട്ട് ശ്രീറാമിൻ്റെ മുഖം കടുത്തു. ശബ്ദം രൂക്ഷമായി. ദുർഗ ഇവിടുത്തെ സെർവൻ്റ് അല്ല. പിന്നെ ശേഖരണങ്ങളുടെ സഹോദരിയുടെ മകളാണ്, ഗോപുവിൻ്റെ കസിൻ. പറഞ്ഞു തീർന്നത് മുകളിൽ നിന്നും ശാന്തിയക്കയുടെ ഉച്ചത്തിലുള്ള സംസാരം കീഴേക്ക് കേട്ടു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ നെറ്റി ചൊളിച്ച ശ്രീറാമിന് മുന്നിലേക്ക് അവർ ദയയും വലിച്ചുകൊണ്ട് കോണിപ്പടികളിറങ്ങി. ഇങ്ങ് പാറ് റാം. കാൽപാദം മുതൽ മുടി വരെ നനഞ്ഞു കുതിർന്നു വരുന്ന ദയയെ കണ്ട് ശ്രീറാം ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. തണുപ്പിനാൽ അവളുടെ ദേഹം വിറയ്ക്കുകയും പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ശാന്തിയക്ക അവളെ ഹാളിൽ നിർത്തി ഓടിപ്പോയി ഒരു ബാത്ത് ടവലുമായി വന്നു. അവർ അവളുടെ തല തുവർത്താൻ ഒരുങ്ങും മുമ്പേ ശ്രീറാം അത് പിടിച്ചു വാങ്ങിയ ശേഷം ഒന്നും മിണ്ടാതെ ദയയെ പിടിച്ച് ഹാളിലെ കസേരയിലേക്ക് ഇരുത്തി അവളുടെ തല തുവർത്താൻ തുടങ്ങി. ശ്രീറാമിൻ്റെ അത്തരമൊരു പ്രവൃത്തി അംഗീകരിക്കാൻ അഞ്ജലിക്കും അവളുടെ അച്ഛനും സാധിക്കുന്നുണ്ടായില്ല. അവർ മുഷിച്ചിലൂടെ തമ്മിൽ നോക്കി ശ്രീറാമിനരികിൽ ചെന്നു നിന്നു. തല തുവർത്തി കഴിഞ്ഞതും അവൻ കയ്യിലെ ടവൽ ഊക്കോടെ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ദയയെ ദേഷ്യത്തോടെ നോക്കി. അപ്പോഴും ദയയുടെ തല കുഞ്ഞു തന്നെയിരുന്നു, നോട്ടം തറയിലേക്കും. ദുർഗ എവിടെയായിരുന്നു? അവൻ്റെ കനമേറിയ ശബ്ദത്തിൽ പതറിപ്പോയവൾ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും അവൻ്റെ കണ്ണുകൾ ശാസനയോടെ അവളിലേക്ക് നീണ്ടു. ദയ പേടിയോടെ ഉമിനീര് വിഴുങ്ങി തിരികെ ഇരുന്നു പോയി. അവൻ്റെ മാറി വരുന്ന മുഖഭാവം കണ്ട് ശാന്തിയയ്ക്കും ഭീതി തോന്നി. പൊതുവെ ശാന്തനാണവൻ. തന്നെ വെറുക്കുന്നവരോട് പോലും ഒരു പുഞ്ചിരിയോട് കൂടി അവൻ ഇടപഴകാറുള്ളൂ. അത്രയ്ക്ക് സൗമ്യമാണ് അവൻ്റെ പെരുമാറ്റം. എന്നാൽ ദേഷ്യം വന്നാൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും അവനത് വകവയ്ക്കില്ല. ഈ വീട് കുലുങ്ങും വിധമാവും അവൻ്റെ പ്രവർത്തികൾ. വിടുങ്കോ കണ്ണാ ചിന്ന പൊണ്ണു താനേ, തെറിയാമലേ തപ്പ്. ശാന്തിയക്ക പറഞ്ഞ് അവസാനിപ്പിക്കും മുന്നേ മതിയെന്ന അർത്ഥത്തിൽ ശ്രീറാം തൻ്റെ കൈതലം അവർക്ക് നേരെ ഉയർത്തി.